ഹരേ കൃഷ്ണ. രാവിലത്തെ ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ 3-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായം, വിതുരന്റെ കൂടുതൽ അന്വേഷണങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. സോ എല്ലാവരെയും ഈ സെഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപാ, ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാ ദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഘോരസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തേർഭവതി നൈഷ്ഠുകീം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. कदाञ्चन स्मृते अस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तं. हरिः ओम तत्सत्. सर्वशास्त्राब्धिपीयूष सर्ववेदैकसत्फला सर्वसिद्धान्तरत्नाढ्य सर्वलोकैकदृक्प्रदा सर्वभागवत प्राण श्रीमद्भागवत प्रभो कलिध्वन्दोदितादित्य श्रीकृष्ण परिवर्तिता. परमानन्दपाठाय प्रेमवर्षक्षराय ते सर्वदा सर्वसेव्याय श्रीकृष्णाय नमोऽस्तुते. मतेकबन्धो मत्सङ्गिन् मद्गुरो मन्महाधन मद्निस्तारकमद्भाग्य मदानन्द नमोऽस्तुते. असाधु साधुदायन् अधिनिच्चोच्चताकर हानमुञ्चा कदानिचिन्मां प्रेम्णा हृत्कथो कंठयो स्पृहा. ग्रंथराज श्रीमद् भागवतम की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, अनंत कोटि वैष्णववृंद की जय, निताय गौर प्रेमानंदे हरि हरि बोल. നമ്മളെ ലാസ്റ്റ് ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷൻ നോക്കിയില്ലായിരുന്നു. ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക് കിടക്കാം. ഓ ശ്രീമദ് ഭാഗവതം, O giver of saintliness to the unsaintly, O uplifter of the very fallen, please do not ever leave me. Please become manifested upon my heart and my throat, accompanied by pure love for all of Krishna. ശ്രീമദ് ഭാഗവതത്തോട് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. O giver of saintliness to the unsaintly, അതായത് സാത്വികമായ കഴിവില്ലാത്തവന് സാത്വികമായി തരിക. സെയിൻറ്റ്ലിനെസ് എന്ന് പറയുമ്പോൾ സാത്വികം എന്നല്ല യഥാർത്ഥത്തിൽ വരുന്നത്,
എന്താ സാധൂനാം എന്ന് പറയുന്നത് സാധൂനാം. അപ്പോൾ അസാധുവായിട്ടുള്ള സാധു അല്ലാത്തവർക്ക് സാധുത്വം നൽകുകയും അതുപോലെ അപ്ലിഫ്റ്റർ ഓഫ് ദ വെരി ഫോളൻ, ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിവുള്ളവൻ അല്ലെങ്കിൽ എത്തിക്കുന്നവനെ, പ്ലീസ് ഡു നോട്ട് എവർ ലീവ് മീ, എന്നെ ഒരിക്കലും കൈവിടരുതേ. അതായത് ഈ വായിക്കുന്ന ആള് ഈ രണ്ടവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് പറയുകയാണ്, ഞാനൊരു സാധുവിന്റെ ഗുണം എനിക്കില്ല, അസാധുവായ വ്യക്തിയാണ് ഞാൻ. അതുപോലെ ഞാൻ ഏറ്റവും താഴേക്കിടയിൽ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ എന്താ പറയാ ഭൗതികതയിൽ വീണ് കിടക്കുന്നവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ഒരിക്കലും വിട്ടുപോകരുതേ എന്ന് ശ്രീമദ് ഭാഗവതോട് പ്രാർത്ഥിക്കുകയാണ്. പ്ലീസ് ബിക്കം മാനിഫെസ്റ്റഡ് അപ്പോൺ മൈ ഹാർട്ട് ആൻഡ് മൈ ത്രോട്ട്. എൻ്റെ ഹൃദയത്തിലും എൻ്റെ തൊണ്ടയിലും എപ്പോഴും പ്രകടമാക്കിക്കൊണ്ടായിക്കൊണ്ടിരിക്കണമേ, അക്കംപനീഡ് ബൈ പ്യുവർ ലവ് ഓഫ് കൃഷ്ണ. അങ്ങ് മാത്രമല്ല ഭഗവാനോടുള്ള പ്രേമവും കൂടെ ഉണ്ടായിക്കൊണ്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകാനുള്ള കൃപ ഉണ്ടാകണമേ എന്നിവിടെ ശ്രീമദ് ഭാഗവതോട് പറയുകയാണ് ചെയ്യുന്നത്. ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കുമ്പോൾ നമുക്ക് ഇനി അർത്ഥം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കുമ്പോൾ അത് ക്ലിയർ ആകും. അസാധു സാധുദായിനൻ, അതായത് സാധുദായൻ, അസാധുവായിട്ടുള്ളവർക്ക് സാധുത്വം എന്നാണ് സാധുത്വം നൽകുന്നവനെ. ഇച്ഛോച്ഛതാകര, അതായത് താഴേക്കിടയിൽ പോയവനായ താഴെ അല്ലെങ്കിൽ ഏറ്റവും ഫോളൻ എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ഭൗതികതയിൽ വീണ് കിടക്കുന്നവനെ ഉദ്ധരിക്കുന്നവൻ. ഹാനമുഞ്ച കഥാചിന്മാം, എന്നിൽ എപ്പോഴും കുടികൊള്ളണമേ. എങ്ങനെ? പ്രേംന ഹൃത് കണ്ഠയോ സ്പൃഹ. പ്രേംന ഹൃത് കണ്ഠയോ, ഹൃത് എന്ന് പറഞ്ഞ ഹൃദയം, കണ്ഠയോ എന്ന് പറഞ്ഞ തൊണ്ടയില്. എന്ത്? പ്രേംന, ഭഗവാനോടുള്ള പ്രേമവുമായിട്ട് അങ്ങ് എൻ്റെ ഹൃദയത്തിലും തൊണ്ടയിലും എപ്പോഴും അവതരിച്ചിരിക്കണമേ, അല്ലെങ്കിൽ കുടികൊള്ളണമേ എന്ന് ഭാഗവതോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സാധുദായൻ അതിനിച്ഛോച്ഛതാകര ഹാനമുഞ്ച കഥാചിന്മാം പ്രേംന ഹൃത് കണ്ഠയോ സ്പൃഹ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. സോ ഹരേ കൃഷ്ണ. എല്ലാവരെയും ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കാം. നമ്മൾ നോക്കാൻ പോകുന്ന ശ്രീമദ് ഭാഗവതത്തിലെ 10ാമത്തെ ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിതുരന്റെ ചോദ്യങ്ങൾക്ക് മൈത്രേയ മുനി മറുപടി പറഞ്ഞു തുടങ്ങുകയാണ് ചെയ്തത്. എന്താണ് വിതുരന്റെ ചോദ്യം? 2 തരത്തിലുള്ള ചോദ്യങ്ങളാണ് വിതുരൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഒന്ന് ഈശ്വരനെ കുറിച്ചിട്ടും ജീവാത്മാവിനെ കുറിച്ചിട്ടുമുള്ള അവസ്ഥകളെ കുറിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ പറഞ്ഞു തരാനായിട്ട് മൈത്രേയ മുനിയോട് വിതുരൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ആക്ച്വലി ആദ്യം പറഞ്ഞത് കുറച്ച് ഭഗവാനെ കുറിച്ചുള്ള മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. ആ മിസ്കൺസെപ്ഷനെ ആദ്യമേ മൈത്രേയ മുനി അതിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ നിരാകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവിടെ മൈത്രേയ മുനി തന്റെ ആൻസർ അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ അങ്ങനെ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഭഗവാന്റെ യഥാർത്ഥമായ അസ്തിത്വത്തെ മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ ആ വിവരണങ്ങൾ മൈത്രേയ മുനി പറഞ്ഞു തുടങ്ങുകയാണ് ചെയ്തത്. സോ 10ഉം 11ഉം ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ജീവാത്മാവിനെ കുറിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചു വിതുരര്. ആ ചോദ്യത്തിന് മറുപടിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന പ്രധാന കഷ്ടതകളുടെ കാരണം ഇവിടെ മൈത്രേയ മുനി വളരെ സ്പഷ്ടമാക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ് മൈത്രേയ മുനി അവിടെ പറയുന്നത്. ശ്ലോകം നമ്പർ 10. ഹരേ കൃഷ്ണ. യദർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യയഃ പ്രതീയത ഉപദൃഷ്ടസ്വ ശിരശ്ഛേദനായികഃ. യദർത്ഥേന വിനാമുഷ്യ പുംസ ആത്മവിപര്യയഃ പ്രതീയത ഉപദൃഷ്ടസ്വ ശിരശ്ഛേദനായികഃ.
ഇവിടെ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആത്മവിപര്യ. ആ ഒരു വാക്കാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയാനുള്ളത്. ജീവസത്ത തൻ്റെ സ്വത്വത്തെക്കുറിച്ചുള്ള ദുഃഖത്തിലാണ്. സ്വന്തം ശിരസ് ഛേദിക്കപ്പെടുന്നതായി സ്വപ്നം കാണുന്ന ഒരുവനെ പോലെ അവന് യഥാർത്ഥമായ ഒരു നിലപാട് ഇല്ല. ഓക്കെ, ഭാവാർത്ഥം ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് കുറച്ച് ദിവസമായിട്ട് മാതാജി നമുക്കെല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട് മാതാജി ഇതെല്ലാം പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഒന്ന് നോക്കാനുള്ള സമാധാനം നമുക്കില്ല. അതാണ് ഒരു പ്രശ്നം. മാതാജി ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, ഞാൻ ഇന്ന് വീട്ടിലല്ല, എന്ന് ആരെങ്കിലും ഒന്ന് വായിച്ചാൽ കൊള്ളായിരുന്നു. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കട്ടെ? ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ശ്രീല പ്രഭാത് കി ജയ്. ഒരു സ്കൂൾ അധ്യാപകൻ ഒരിക്കൽ തന്റെ വിദ്യാർത്ഥിയെ അവൻ ശിരസ് ഛേദിച്ച് ചുമരിൽ തൂക്കുമെന്നും അങ്ങനെ അവന്റെ ശിരച്ഛേദനം അവന് ദർശിക്കാൻ കഴിയുമെന്നും ഭീഷണിപ്പെടുത്തി. ഭയന്നുപോയ കുട്ടി ക്ലാസ്സിലെ തന്റെ വികൃതിത്തരങ്ങൾക്ക് വിരാമമിട്ടു. അതുപോലെ പരിശുദ്ധമായ ആത്മാവിന്റെ ദുഃഖങ്ങളും സ്വത്വത്തിന്റെ തിരിച്ചറിയൽ കുഴപ്പങ്ങളും സംഭവിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായ വികൃത ജീവിതം നയിക്കുന്ന ജീവസത്തകളെ നിയന്ത്രിക്കുന്ന ഭൗതിക ശക്തി തന്നെയാകുന്നു. യഥാർത്ഥത്തിൽ ജീവസത്തയ്ക്ക് ബന്ധനമോ ദുഃഖമോ ഇല്ല. അവന് തന്റെ ശുദ്ധമായ ജ്ഞാനം ഒരിക്കലും നഷ്ടമാകുന്നില്ല. ശുദ്ധമായ അവബോധത്തോടെ ഒരൽപ്പം ഗൗരവമായി തന്റെ അവസ്ഥയെപ്പറ്റി ആലോചിക്കുന്ന പക്ഷം ഭഗവത് കൃപയാൽ താൻ അദ്ദേഹത്തിന്റെ വിധേയനാണെന്നും അദ്ദേഹത്തിന്റെ സമനാണെന്ന വിചാരം മിഥ്യയാണെന്ന് അവന് മനസ്സിലാകും. ജീവസത്ത ജന്മങ്ങൾ തോറും ഭൗതിക ശക്തിക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ യത്നിക്കുകയും ഒരു ബലവുമില്ലാതെ പരാജിതനാവുകയും ചെയ്യുന്നു. അവസാനം എല്ലാം മടുക്കുമ്പോൾ ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ ഇറങ്ങി വാക്കുകളുടെ ജാലവിദ്യയാൽ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ച് അതിലും പരാജയപ്പെടുന്നു. മായാശക്തിയുടെ സ്വേച്ഛാധികാരത്തിന് ഒരു പാരഗ്രാഫ് വായിച്ചാൽ മതി. അടുത്ത പാരഗ്രാഫ് വേറെ ആൾ വായിക്കും. ഓക്കെ, ഒരു മിനിറ്റ്. അടുത്ത പാരഗ്രാഫ് വായിക്കുന്നതിന് മുൻപ് എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? അതായത് ഇവിടെ ശ്രീല പ്രഭുപാദ് ഒരു എക്സാമ്പിൾ പറയുകയാണ് ചെയ്തത്, ഒരു അനോളജിയാണ്. എന്താണ്? ഒരു സാങ്കല്പികമായ ഒരു കാര്യമാണ്. അതായത് ഒരു സ്കൂൾ അധ്യാപകൻ ഒരിക്കൽ തന്റെ വിദ്യാർത്ഥിയെ അവന്റെ ശിരസ് ഛേദിച്ച് ചുമരിൽ തൂക്കുമെന്നും അങ്ങനെ അവന്റെ ശിരച്ഛേദനം അവന് ദർശിക്കാൻ കഴിയുമെന്നും ഭീഷണിപ്പെടുത്തി. ഭയന്നുപോയ കുട്ടി ക്ലാസ്സിലെ തന്റെ വികൃതിത്തരങ്ങൾക്ക് വിരാമമിട്ടു. അതുപോലെ പരിശുദ്ധമായ ആത്മാവിന്റെ ദുഃഖങ്ങളും സ്വത്വത്തിന്റെ തിരിച്ചറിയൽ കുഴപ്പങ്ങളും സംഭവിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായ വികൃത ജീവിതം നയിക്കുന്ന ജീവസത്തകളെ നിയന്ത്രിക്കുന്ന ഭൗതിക ശക്തി തന്നെ ആകുന്നു. ഇതൊരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരാളുടെ ശിരസ് ഛേദിക്കുകയാണെങ്കിൽ ആൾക്ക് അത് കാണാൻ സാധിക്കത്തില്ല. എങ്ങനെ കാണാൻ സാധിക്കും? അത് അസംഭവ്യമാണ്. അതുപോലെ ശിരസ് ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവനെ ഉണ്ടാവില്ല, പിന്നെ കാണാനുള്ള കഴിവും ഉണ്ടാവില്ല. അപ്പൊ അതൊരു കോൺട്രഡിക്റ്റിംഗ് ആണ്. പക്ഷെ എന്നാലും ആ സ്കൂൾ കുട്ടിയെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ടീച്ചർ ഉപയോഗിക്കുന്ന ഒരു മാർഗം മാത്രമാണ്. ഇപ്പം യഥാർത്ഥത്തില് അത് അങ്ങനെ ഒരു സ്വപ്നം കാണാൻ, ട്രാൻസ്ലേഷനിൽ പറയുന്നത് അങ്ങനെ ഒരു സ്വപ്നം കാണുകയാണ്. ഇപ്പൊ നമുക്ക് പലർക്കും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായിട്ടുണ്ടാകും. അല്ലെങ്കിൽ പാമ്പ് കടിച്ചതായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കുഴിയിലേക്ക് വീണതായിട്ടോ ഒരു സ്വപ്നം കണ്ട് നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഉണരും. അത് യാഥാർത്ഥ്യമല്ല എന്ന് പറഞ്ഞതുപോലെയാണ്, ഒരു മിഥ്യാധാരണയിലാണ് നമ്മളുടെ പ്രവൃത്തികളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോ അതാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. അവിടെ എന്താണ് ആത്മവിപര്യ എന്ന വാക്ക്. വിപര്യ എന്ന വാക്ക് എന്ന് പറഞ്ഞത് സ്വയം ബോധ്യത്തെ പറ്റിയുള്ള കുഴപ്പം, തന്നെ കുറിച്ചുള്ള മിസ് ഐഡന്റിഫിക്കേഷൻ ആണ്. തന്നെ നമ്മള് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അല്ലെങ്കിൽ കുറെ പ്രാവശ്യമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്
നമ്മളെ ശരീരമാണ് എന്ന തോന്നലാണ് നമുക്ക് ഈ ഒരു കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. അതായത് ഈ ഒരു മിഥ്യാധാരണയാണ്. അപ്പൊ ആ മിഥ്യാധാരണ, മിസ് ഐഡന്റിഫിക്കേഷൻ ആണ് ഇവിടെയുള്ള കാരണം. ആ മിസ് ഐഡന്റിഫിക്കേഷൻ എന്ന വാക്കിനുള്ള ആ സംസ്കൃത പദമാണ് ആത്മവിപര്യ. അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആ ഒരു മിസ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ നിൽക്കുമ്പോഴാണ് നമുക്ക് മറ്റെല്ലാ ധാരണകളും. അപ്പം അങ്ങനെയാണ് ഞാനും ഈശ്വരനാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിക്കുകയുണ്ടായി, നമ്മൾ ഈശ്വരനാണെന്ന് എത്ര പേർ, ഈ ക്ലാസ്സിലെല്ലാം തോന്നുന്നു, മറ്റൊരു ക്ലാസ്സിലാണ്, എത്ര പേർക്ക് ഈശ്വരനാണ് എന്ന തോന്നൽ ഉണ്ട്? നമുക്ക് ശരി, ഈ ക്ലാസ്സിൽ തന്നെയാണ് ചോദിച്ചത്. നമ്മൾ ചോദിച്ചു ആർക്കൊക്കെയാണ് സ്വയം ഞാൻ ഈശ്വരനാണ് എന്ന് തോന്നലുള്ളത്. യെസ്, ഞാൻ ഈശ്വരനാണ് എന്നൊരിക്കലും തോന്നുന്നുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഈശ്വരന്റെ ആ ഒരു ഐഡന്റിഫിക്കേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അനുഭവിക്കാനാണ്, എനിക്ക് സുഖിക്കാനാണ് ഇതെല്ലാം എന്നുള്ള തോന്നൽ, അതായത് ഞാനും എൻ്റെതും എന്ന ഒരു തോന്നൽ കൂടി നമുക്കുണ്ടാകുന്നു. അങ്ങനെ ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. സോ ആ ഒരു മിസ് ഐഡന്റിഫിക്കേഷൻ കാരണമാണ് നമുക്കുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അപ്പം തുടർന്ന് ചില പ്രഭാത് ഇവിടെ എഴുതിയിരിക്കുന്നത്, ജീവസത്ത ജന്മങ്ങൾ തോറും ഭൗതിക ശക്തിക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ യത്നിക്കുകയും ഒരു ഫലവുമില്ലാതെ പരാജിതനാവുകയും ചെയ്യുന്നു. അവസാനം എല്ലാം മടുക്കുമ്പോൾ ഭൗതിക കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഭഗവാനെ മനസ്സിലാക്കാൻ ഇറങ്ങി വാക്കുകളുടെ ജാലവിദ്യയിൽ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ച് അതിലും പരാജയപ്പെടുന്നു. സോ രണ്ടു തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് ഇവിടെ ചില പ്രഭാത് പറയുകയാണ്. ഒന്ന്, ആ കംപ്ലീറ്റ്ലി ഭൗതികവാദി, നമ്മൾ സ്വയം എല്ലാത്തിനെയും, ചില പ്രഭാത് ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ലോഡ് ഇറ്റ് ഓവർ. ലോഡ് ഇറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കൺട്രോൾ ഏറ്റെടുക്കാനുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മെന്റാലിറ്റി, ആ ഒരു നേച്ചർ നമുക്കുണ്ട്. അപ്പൊ ആ ഒരു നേച്ചറിൽ കൂടി നമ്മൾ പല കാര്യങ്ങളും ശ്രമിക്കുന്നു, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഞാനാണ് എല്ലാത്തിൻ്റെയും കൺട്രോളർ എന്ന തോന്നലിൽ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ കൺട്രോളർ എന്ന തോന്നലിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവർക്ക് തീർച്ചയായിട്ടും അതൊരിക്കലും സാധിക്കുകയില്ല. നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറഞ്ഞത് പോലും ഒരു പരിധി വരെ ഒരു പക്ഷേ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിലും, പക്ഷേ ഇറ്റ് ഈസ് ബിയോണ്ട് അവർ കൺസെപ്ഷൻ, അല്ലെങ്കിൽ ബിയോണ്ട് അവർ കൺട്രോൾ എന്ന് നമ്മൾ അതിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കണം. കാരണം അതായത് എനിക്ക് ഓർമ്മയാണ്, ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഐ തിങ്ക് സംവെയർ ഇൻ 2002, 2003, 2004 ആ സമയങ്ങളിൽ എൻ്റെ കളീഗ്, ഒരു ലേഡിയാണ്, ഒരു കളീഗ് ഉണ്ടായിരുന്നു. ആ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഭൗതിക, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്ന പല വസ്തുക്കളെയും നമ്മൾ സനാതന ധർമ്മത്തില്, ക്ഷമിക്കുക എന്ന് കുറച്ച് കൂടുതൽ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കൂടുതൽ ഡിസ്റ്റർബ് ആകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹരേ കൃഷ്ണ. കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഓക്കെ. സോ അങ്ങനെ ആ കുട്ടി എന്നോട് ചോദിച്ചതാണ്, പ്രപഞ്ചത്തിൽ കാണുന്ന പലതിനെയും, അല്ലെങ്കിൽ അഗ്നിയെയും വായുവിനെയും ജലത്തിനെയും ഒക്കെ നമ്മൾ ദൈവമായിട്ട് അല്ലെങ്കിൽ ദേവി ദേവതയായിട്ട് നമ്മൾ വർഷിപ്പ് ചെയ്യുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടന്നപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഒരു തീപ്പെട്ടി കമ്പ് കത്തിച്ചു കഴിഞ്ഞാൽ ആ തീ നമുക്ക് ഊതിക്കെടുത്താൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ കൺട്രോളിലുള്ള ആ അഗ്നിയെ നമുക്ക് എങ്ങനെ ദൈവമായിട്ട് കരുതാൻ സാധിക്കും എന്നത്. സോ ഞാൻ തിരിച്ചു ചോദിച്ചു, തീപ്പെട്ടിക്കമ്പ് കത്തിക്കുന്ന തീയാണോ തീ? ഈ കാണുന്ന സൂര്യനും തീയാണ്. ഒരു വലിയൊരു കാട്ടുതീ പടർന്നു കഴിഞ്ഞാൽ അത് തീയാണ്. അത് നമ്മളുടെ കൺട്രോളിലാണോ? നമുക്ക് കെടുത്താൻ സാധിക്കുമോ? അത് അവൻ അനുഭവിക്കുന്ന ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ? സോ നമുക്ക് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ കൺട്രോളിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ചെറിയതായിട്ട് വരുന്ന ഒരു അരുവിയെ നമുക്ക് എന്തെങ്കിലും കെട്ടി തടഞ്ഞു നിർത്തി വെള്ളം നിൽക്കാതെ തടഞ്ഞു നിർത്താൻ സാധിക്കും. പക്ഷെ ആ തടഞ്ഞു നിർത്തുകയാണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിച്ചു വരുന്തോറും ആ കെട്ടി നിർത്തിയിരിക്കുന്ന ആ ഭിത്തി, അല്ലെങ്കിൽ ആ പറയുന്ന ഈവൻ ഡാം എന്ന് പറയുന്ന അതാണെങ്കിലും അതിന്റെ ശക്തി ക്ഷയിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ല. എത്ര വലിയ കൺട്രോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വളരെ വലിയ സംസാരമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് വയനാട് നടന്ന സംഭവം. ആ വയനാട് നടന്ന സംഭവത്തില് ഒറ്റ രാത്രി കൊണ്ട് ഒരു വില്ലേജേ ഇല്ലാതായി. ആരുടെ കൺട്രോളിൽ ഉണ്ടായിട്ടാണ്? ജലം നമ്മുടെ കൺട്രോളിൽ ഉണ്ടായിട്ടാണോ? സോ
ഇതാണ് നമ്മളുടെ തെറ്റിദ്ധാരണകൾ. നമ്മൾ വിചാരിക്കും ഇതൊക്കെ പലതും നമ്മുടെ കൺട്രോളിലാണ്, അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി കമ്പ് കത്തിച്ചിട്ട് പൂ എന്ന് ഊതിയാൽ അത് കെട്ടുപോകും, സോ അഗ്നി എൻ്റെ കൺട്രോളിലാണ് എന്ന് ധരിക്കുന്നതാണ് നമ്മുടെ തെറ്റായ ധാരണ. സോ അങ്ങനെ എല്ലാത്തിനും നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ശ്രമം പാഴായി പോവുകയാണ്, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാകുകയാണ്. അത് ഒരു വിഭാഗം ആൾക്കാരെ കുറിച്ചുള്ള പ്രവാദ് പറയുന്നത്. രണ്ടാമത്തെ ആളുടെ വിഭാഗം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്, വാക്കുകളുടെ ജാലവിദ്യയാൽ അഭ്യൂഹങ്ങൾ സൃഷ്ടിച്ച് അതിലും പരാജയപ്പെടുന്നു. അതാണ് മായാവാദ ഫിലോസഫി, അല്ലെങ്കിൽ ഭഗവാന്റെ വ്യക്തിത്വമില്ല. അത് നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കുമ്പോൾ ഭഗവാൻ ശ്രീല പ്രഭുപാദ് അതിനെക്കുറിച്ചുള്ള മറ്റു കുറച്ചുകൂടി വിവരണങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കിടക്കാം. അടുത്ത പാരഗ്രാഫ് വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. മായാശക്തിയുടെ സ്വേച്ഛാധികാരത്തിന് കീഴിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം അവതരിപ്പിക്കപ്പെടുന്നത്. സ്വപ്നത്തിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ട ഒരുവന്റെ അനുഭവത്തോട് ഈ അനുഭവത്തെ താരതമ്യം ചെയ്യാം. ശിരസ് ഛേദിക്കപ്പെട്ടവൻ തന്റെ ശിരസ് മുറിച്ചു മാറ്റുന്നത് കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ശിരസ് അറുക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ദർശനശേഷി നഷ്ടപ്പെടും. ആയതിനാൽ ഒരുവൻ തന്റെ തല മുറിച്ചു മാറ്റപ്പെടുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ വിഭ്രമത്താൽ അങ്ങനെ വിചാരിക്കുന്നതാണെന്ന് മനസ്സിലാകും. അതുപോലെ ഒരു ജീവസത്ത ശാശ്വതമായി ഭഗവാന്റെ അധീനതയിലാണ്. ആ അറിവ് അയാളിലുണ്ട് താനും. എങ്കിലും അയാൾ കൃത്രിമമായി താൻ സ്വയം ഭഗവാനാണെന്നും ഭഗവാനായി തീർന്നപ്പോൾ തന്റെ ജ്ഞാനം മായാബാധയാൽ നഷ്ടമായെന്നും വിചാരിക്കുന്നു. ഈ സങ്കല്പം ഒരുവൻ സ്വപ്നത്തിൽ തന്റെ ശിരസ് ഛേദിക്കുന്നത് കാണുന്നത് പോലെ നിരർത്ഥകമാണ്. അറിവ് മറക്കപ്പെടുന്ന പ്രക്രിയയാണിത്. ശത്രുതാഭാവത്തിലുള്ള ഈ കൃത്രിമ മാനസികാവസ്ഥയാണ് ജീവസത്തയുടെ സകല തകരാറുകൾക്കും ഹേതു. ഭഗവാന്റെ ഭക്തനാകുന്ന പക്ഷം അയാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും താൻ ഭഗവാനാണെന്ന ഭ്രമസങ്കല്പത്തിൽ നിന്ന് വിടുതൽ നേടാനും കഴിയുമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. താൻ ഭഗവാനാണെന്ന സ്വയം ചിന്ത പ്രഹസനമാണ് ജീവസത്തയ്ക്ക് മേൽ അവിദ്യാശക്തി കൊളുത്തുന്ന അവസാനത്തെ കുരുക്ക്. ഭഗവാന് വേണ്ടിയുള്ള ശാശ്വതമായ അതീന്ദ്രിയ ഭക്തി സേവനത്തോട് വിമുഖനാകുന്ന ഒരു ജീവസത്ത നാനാവിധത്തിൽ മായാബാധിതനാകുന്നു. അവൻ തന്റെ ബദ്ധജീവിതത്തിൽ പോലും ഭഗവാന്റെ നിത്യസേവകനാകുന്നു. മായയ്ക്ക് വിധേയമായ അവന്റെ സേവനം പോലും അവന്റെ നിത്യമായ അവസ്ഥയുടെ ഒരു ആവിഷ്കാരമാകുന്നു. ഭഗവാന്റെ ഭക്തി സേവന പ്രവർത്തനങ്ങളോട് ശത്രുതയുള്ളവനാകയാൽ അവൻ മായയുടെ സേവകനായി തള്ളപ്പെടുന്നു. അവൻ ഇപ്പോഴും സേവനം അനുഷ്ഠിക്കുന്നുവെങ്കിലും അത് വികൃതമായ സേവനമാണ്. ഭൗതികമായ ബദ്ധതകളിൽ നിന്ന് സ്വതന്ത്രനായി സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ അവൻ ഭഗവാനോട് ചേരാനും ആഗ്രഹമുണ്ടാകും. ഇത് ഇനിയൊരു മായയാകുന്നു. അതിനാൽ ഭഗവത്ഗീത 7.14 സ്ഥിരീകരിച്ചിട്ടുള്ള പോലെ മായയെ ഒഴിവാക്കി ഭഗവാന് കീഴടങ്ങുകയാണ് നന്മയിലേക്കുള്ള ഏറ്റവും സുഗമമായ മാർഗം. ദേവീഹി യേഷ ഗുണമയി മമ മായ ദുരത്യ മാം ഏവയെ പ്രബന്ധന്തി മായാമേതാം തരന്തിതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ ശ്രീല പ്രഭുപാദ് അവിടെ വളരെ ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാരെ കുറിച്ചിട്ട്. എങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ് തന്നെ ശ്രീല പ്രഭുപാദിന്റെ ഭാഗത്ത് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ശിരസ് അറുത്തു കഴിഞ്ഞാൽ ആൾക്ക് ദർശനശേഷി നഷ്ടപ്പെടുന്നു. പിന്നെ അത് കാണുന്നു എന്ന് പറയുന്നത് അത് ഒരു മോഹമാണ്. അത് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്ന വിഭ്രമത്താൽ അങ്ങനെ വിചാരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ ഞാനും അല്ലെങ്കിൽ എനിക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഞാനും കൺട്രോളറാണ് എന്ന് പറയുന്ന ആ തോന്നൽ എന്ന് പറയുന്നത് വിഭ്രമം കൊണ്ടുണ്ടാകുന്നതാണ്. നമുക്ക് സ്വപ്നാവസ്ഥയിൽ കാണുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ ശരീരമാണ് എന്ന ഐഡന്റിറ്റിയിൽ വരുമ്പോൾ നമുക്ക് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നു. സോ അങ്ങനെ ഭഗവാനെ അല്ലെങ്കിൽ ഞാനും ഭഗവാനാണ്, ഞാനും ഒരു ഈശ്വരനാണ് എന്നൊരു തോന്നലിൽ കഴിയുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ഇത് അടുത്ത ഈ രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ഭഗവാന്റെ വ്യക്തിത്വമില്ല എന്ന രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മായയുടെ പ്രഭാവം കൊണ്ടാണ്. അതാണ് നമ്മൾ ആ ശ്ലോകത്തിൽ ഉപയോഗിച്ച വാക്ക് തന്നെ ആത്മവിപര്യ എന്ന വാക്ക്. സോ അതുകൊണ്ടാണ് ശിലപ്രഭാത് ലാസ്റ്റിൽ ഇവിടെ ഈ ഭാവാർത്ഥത്തിന്റെ ലാസ്റ്റിൽ ശിലപ്രഭാത് പറയുന്നത് ഇതിനൊക്കെ ഒറ്റ മാർഗം എന്ന് പറയുന്നത് ഇത് ഇനിയൊരു മായയാകുന്നു. അതിനാൽ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥിരീകരിച്ചിട്ടുള്ള പോലെ മായയെ ഒഴിവാക്കി ഭഗവാന് കീഴടങ്ങുകയാണ് നന്മയിലേക്കുള്ള ഏറ്റവും സുഗമമായ മാർഗം. ദേവി ഹേഷ ഗുണമയി മമമായ ദുരത്യയ.
സോ ഭഗവാന്റെ മായ എന്ന് പറയുന്നതിനെ മറികടക്കുന്നത് ഏറ്റവും കഠിനകരമായ കാര്യമാണ്. അതത്ര ഈസി ഉള്ള കാര്യമല്ല. കാരണം ഭഗവാൻ അത്ര തന്നെ തൻ്റെ അത്രയും ശക്തി തന്നെ ഭഗവാൻ മായയ്ക്കും നൽകിയിട്ടുണ്ട്. ആ ടെസ്റ്റ് ആണ് നമ്മൾ മറികടക്കേണ്ടത്. അപ്പൊ അത്രയും വലിയ കഠിനമായ ടെസ്റ്റ് ഭഗവാൻ നമുക്ക് തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അതുപോലെ ഭഗവാനോട് ശരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതാണ് ദേവി യേശ ഗുണമയി മമമായ ദുരത്യ. അപ്പൊ ആ വളരെ കഠിനമായ മായയെ മറികടക്കാനുള്ള മാർഗവും ഭഗവാൻ അതിൽ തന്നെ പറയും. എന്താണ്? മാം ഏവയെ പ്രപദ്യന്തേ മായാം ഏതാം തരന്തി. സോ എന്നെ ഭജിക്കുന്നത് കൊണ്ട് മാത്രമേ മായയെ മറികടക്കാൻ സാധിക്കത്തുള്ളൂ എന്നും ഭഗവാൻ നമുക്കവിടെ മാർഗവും പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സോ നമ്മുടെ യഥാർത്ഥ പ്രോബ്ലം എന്ന് പറയുന്നത് മിസ് ഐഡന്റിഫിക്കേഷൻ, അല്ല മിഥ്യാഹങ്കാരം. നമ്മൾ തെറ്റായിട്ട് നമ്മളെ സ്വയം ധരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ശ്ലോകം 11 കിടക്കാം. യഥാ ജലേ ചന്ദ്രമസകമ്പാദി തത്കൃതോ ഗുണഃ ദൃശ്യത്തെ സന്നപി ദൃഷ്ടു ആത്മനോ ഗുണഃ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. ജലത്തിൽ തെളിയുന്ന ചന്ദ്രന്റെ പ്രതിബിംബം ജലത്തിന്റെ ഗുണമായ ഇളക്കത്തോട് ചേരുമ്പോൾ ഇളകുന്നതായി ദൃഷ്ടാവിന് ദൃശ്യമാകുന്നത് പോലെ ആത്മാവ് പദാർത്ഥത്തോട് ചേരുമ്പോൾ പദാർത്ഥത്തിന്റെ ഗുണത്തിൽ ദൃശ്യമാകുന്നു. സോ ഈ മുമ്പ് പറഞ്ഞ മിസ് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആത്മവിപര്യ എന്ന് പറഞ്ഞത് ഒരു പരിധിവരെ നോക്കിയാൽ നമ്മളുടെ മിസ്റ്റേക്ക് അല്ല. നമ്മളുടെ മിസ്റ്റേക്ക് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റാണ്. പക്ഷെ എങ്കിലും ഇതിന് കാരണങ്ങൾ പലതുണ്ട്. അപ്പോൾ ആ കാരണം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പ്രോപ്പറായിട്ടുള്ള ദൃശ്യമില്ല, അതല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ശാസ്ത്രചക്ഷുസ് ഇല്ല. നമുക്ക് ഇപ്പൊ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ വന്ന് നമ്മൾ ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ഉണ്ടായിരുന്നോ? നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ്. മിസ്കൺസെപ്ഷൻ തന്നെ നമ്മുടെ തെറ്റുകൊണ്ടുണ്ടാകുന്നതാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് മിസ് ഐഡന്റിഫിക്കേഷൻ അത് നമ്മുടെ തെറ്റുകൊണ്ടുണ്ടാകുന്നതാണ്. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടെ മറ്റ് പല കാരണങ്ങളും അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിന്റെ ട്രാൻസ്ലേഷനിൽ പറയുന്നത് എന്താണ് പറയുന്നത്? ജലത്തിൽ തെളിയുന്ന ചന്ദ്രന്റെ പ്രതിബിംബം ജലത്തിന്റെ ഗുണമായ ഇളക്കത്തോട് ചേരുമ്പോൾ ഇളകുന്നതായി ദൃഷ്ടാവിന് ദൃശ്യമാകുന്നത് പോലെ. അതായത് മുകളിൽ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുമ്പോൾ നമ്മൾ ജലത്തിന്റെ അല്ലെങ്കിൽ വെള്ളത്തില് അതിന്റെ പ്രതിബിംബം ദൃശ്യമാകുകയാണ് എങ്കിൽ ആ വെള്ളത്തിന് ഓളമുണ്ട് എങ്കിൽ ആ ചന്ദ്രനും അങ്ങനെ ഇളകുന്നതായിട്ട് നമുക്ക് ദൃശ്യമാകുന്നു, നമുക്കങ്ങനെ കാണാനുള്ള സാഹചര്യമാകുന്നു. അപ്പം തീർച്ചയായിട്ടും അവിടെ അത് ചന്ദ്രന്റെ കുഴപ്പമല്ല. ചന്ദ്രൻ അവിടെ സ്റ്റാറ്റിക് ആണ്. അദ്ദേഹം സ്ഥിരമായിട്ട് ഒരു ഇളക്കവും ഇല്ലാതെ അദ്ദേഹം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ജലത്തിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻ കാരണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭഗവാനും അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ആത്മാവാണെങ്കിലും ഭഗവാനാണെങ്കിലും നമുക്ക് നോക്കാം. ശിലപ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. സോ ആത്മാവ് പദാർത്ഥത്തോട് ചേരുമ്പോൾ പദാർത്ഥത്തിന്റെ ഗുണത്തിൽ ദൃശ്യമാകുന്നു. അതാണ് ആത്മാവ് പദാർത്ഥത്തോട് ചേരുമ്പോൾ പദാർത്ഥത്തിന്റെ ഗുണത്തിൽ ദൃശ്യമാകുന്നു എന്ന് പറയുന്നു. സോ ശിലപ്രഭുപാദിന്റെ ഭാവാർത്ഥം ആരാണ് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. വായിച്ചോട്ടെ. വായിച്ചോട്ടെ. ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ പരമാത്മാവ് ആകാശത്തിലെ ചന്ദ്രനോടും ജീവസത്തകൾ ജലത്തിലെ ചന്ദ്രന്റെ പ്രതിബിംബത്തോടും ഉപമിക്കപ്പെട്ടിരിക്കുന്നു. ആകാശത്തിലെ ചന്ദ്രൻ ജലത്തിലെ ചന്ദ്രനെ പോലെ ഇളകുന്നതല്ല. വാസ്തവത്തിൽ ആകാശത്തിലെ ചന്ദ്രൻ ഇളക്കമില്ലാതെ സ്ഥിരമായി നിൽക്കുന്നത് പോലെ ജലത്തിലെ പ്രതിബിംബത്തിനും ഇളക്കമില്ല. ജലത്തിന്റെ ഇളക്കങ്ങളോട് ചേരുമ്പോൾ അത് ഇളകുന്നതായി തോന്നിപ്പിക്കുകയാണ്. ജലം ചലിക്കുന്നു, പക്ഷെ ചന്ദ്രൻ ചലിക്കുന്നില്ല. അതേപോലെ ജീവസത്തകൾ മിഥ്യാവിചാരം, ദുഃഖം, രോദനം തുടങ്ങിയ ഭൗതിക ഗുണങ്ങളുമായി ചേർന്ന് ചഞ്ചലിക്കുന്നു. ആ ഗുണങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധമായ ആത്മാവ് പൂർണ്ണമായും വിട്ടുനിൽക്കുമെങ്കിലും തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നത്തിലെ ചിരച്ഛേദം പോലെ അവാസ്തവമായ എന്നർത്ഥം വരുന്ന പ്രതീയത്തെ എന്ന പദം ഇവിടെ അർത്ഥപൂർണമാണ്.
ജലത്തിലെ ചന്ദ്രന്റെ പ്രതിബിംബം ചന്ദ്രനിൽ നിന്ന് വേർപെടുത്തപ്പെട്ട കിരണങ്ങളാണ്, അല്ലാതെ ചന്ദ്രനല്ല. ഭഗവാനിൽ നിന്ന് വേർപെട്ട അദ്ദേഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ ജീവസത്തകൾ ഭൗതികാസക്തിത്വമാകുന്ന ജലത്തിൽ ഇളകിമറിയുമ്പോൾ തന്റെ പ്രതിബിംബം ഇളകിമറിയുന്ന ജലവുമായി ഒരു സ്പർശനവുമില്ലാതെ ആകാശത്തു നിൽക്കുന്ന ചന്ദ്രനെ പോലെ ഭഗവാൻ ഭൗതികതയുമായി ഒരു ബന്ധവുമില്ലാതെ വിദൂരതയിൽ നിശ്ചലം നിൽക്കുന്നു. പദാർത്ഥങ്ങളിൽ പ്രതിഫലിക്കുന്ന സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം പദാർത്ഥങ്ങളെ മൂല്യവത്തും പ്രകാശിതങ്ങളുമാക്കുന്നു. ജീവസൂചകങ്ങളെ ഭൗതികാവിഷ്കാരത്തിലെ മരങ്ങളെയും മലകളെയും അലങ്കരിക്കുന്ന സൂര്യചന്ദ്രന്മാരുടെ പ്രകാശത്തോട് താരതമ്യപ്പെടുത്തുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രതിഫലനങ്ങളെ ബുദ്ധി കുറഞ്ഞവർ യഥാർത്ഥ സൂര്യചന്ദ്രന്മാരായി അംഗീകരിക്കുന്നു. ഈ ആശയങ്ങളിലൂടെയാണ് ശുദ്ധമായ അദ്വൈത സിദ്ധാന്തം വികസിതമായത്. വാസ്തവത്തിൽ സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം അവയോട് ബന്ധിതമാണെങ്കിലും അവയിൽ നിന്ന് വ്യത്യസ്തമാണ്. ആകാശത്ത് പരക്കുന്ന ചാന്ദ്രവെളിച്ചം നിർവ്യക്തികമായാണ് കാണപ്പെടുന്നതെങ്കിലും ചന്ദ്രഗ്രഹം യഥാരൂപത്തിൽ വ്യക്തിപരമാണ്. ചന്ദ്രഗ്രഹത്തിലെ ജീവസത്തകളും വ്യക്തിപരങ്ങളാണ്. ചന്ദ്രകിരണങ്ങളിൽ താരതമ്യേന പ്രധാനങ്ങളോ അപ്രധാനങ്ങളോ ആയ ഭൗതിക സത്തകൾ കാണപ്പെടുന്നുമുണ്ട്. താജ്മഹലിനു മീതെ പതിക്കുന്ന ചന്ദ്രപ്രകാശത്തിന് വനപ്രദേശങ്ങളിലെ നിലാവെളിച്ചത്തെ അപേക്ഷിച്ച് കൂടുതൽ മനോഹാരിതയുണ്ട്. ചന്ദ്രന്റെ പ്രകാശം എല്ലായിടത്തും ഒരുപോലെയാണെങ്കിലും വ്യത്യസ്തമായി ഗുണനിരൂപണം ചെയ്യപ്പെടുമ്പോൾ വ്യത്യസ്തമായി കാണപ്പെടുന്നു. അതേപോലെ ഭഗവാന്റെ പ്രകാശം എല്ലായിടത്തും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും വ്യത്യസ്തമായി സ്വീകരിക്കപ്പെടുന്നതിനാൽ വ്യത്യസ്തമായി അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു. ആകയാൽ ഒരുവൻ ചന്ദ്രന്റെ ജലത്തിലെ പ്രതിഫലനത്തെ വാസ്തവമായി അംഗീകരിക്കരുത്. സർവ്വതിനെയും അദ്വൈത തത്വശാസ്ത്രത്തിലൂടെ ദർശിച്ച് തെറ്റായി ധരിക്കരുത്. പ്രതിബിംബ ചന്ദ്രന്റെ ഇളകുന്ന സ്വഭാവവും സ്ഥിരമല്ല. ജലം നിശ്ചലമായിരിക്കുമ്പോൾ അതിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രനും ചലനമുണ്ടാകുന്നില്ല. സുസജ്ജമായ അവസ്ഥയിലുള്ള ബദ്ധാത്മാവിന് ചാഞ്ചല്യങ്ങൾ കുറവായിരിക്കും. എന്നാൽ ഭൗതികാബന്ധം നിമിത്തം കൂടിയോ കുറഞ്ഞോ എല്ലായിടത്തും ചാഞ്ചല്യങ്ങൾ ദൃശ്യമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വളരെ ലളിതമായ രീതിയിൽ തന്നെ ശില പ്രഭുപാദ് ആ ഒരു തത്വത്തെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചന്ദ്രന്റെ എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചന്ദ്രന്റെ ബിംബം ജലത്തിൽ അതിന്റെ പ്രതിബിംബം കാണുമ്പോൾ അത് ജലം ഇളകുന്നത് കൊണ്ടുണ്ടാകുന്ന കാര്യം പോലെ തന്നെ പദാർത്ഥവുമായി ചേരുന്നത് കൊണ്ടാണ് നമ്മൾ പദാർത്ഥമായിട്ട് നമുക്ക് ദൃശ്യമാകുന്നത്. അതായത് അസോസിയേഷൻ വിത്ത് മെറ്റീരിയലിസ്റ്റിക് തിങ്സ്, അല്ലെങ്കിൽ ഭൗതികപരമായ കാര്യങ്ങളോട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭൗതിക ചിന്താഗതി നമുക്ക് ഉണ്ടാകുന്നത്. സോ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ശില പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പദാർത്ഥങ്ങളിൽ പ്രതിഫലിക്കുന്ന സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശം പദാർത്ഥങ്ങളെ മൂല്യവത്തും പ്രകാശിതങ്ങളുമാക്കുന്നു. ജീവസൂചകങ്ങളെ ഭൗതിക ആവിഷ്കാരത്തിലെ മരങ്ങളെയും മലകളെയും അലങ്കരിക്കുന്ന സൂര്യചന്ദ്രന്മാരുടെ പ്രകാശത്തോട് താരതമ്യപ്പെടുത്തുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രതിഫലനങ്ങളെ ബുദ്ധി കുറഞ്ഞവർ യഥാർത്ഥ സൂര്യചന്ദ്രന്മാരായി അംഗീകരിക്കും. സോ അതാണ് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു തെറ്റ്. ഒരുപക്ഷെ നമ്മൾ സൂര്യചന്ദ്രന്മാരുടെ കിരണങ്ങളായിട്ട് നമുക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും. പക്ഷെ കുറച്ച് ലോവർ ആയിട്ടുള്ള ബുദ്ധിയുള്ള ആൾക്കാരെ ചോദിക്കുമ്പോൾ അത് സൂര്യൻ തന്നെയാണ്, തെറ്റാണെന്നല്ല, പക്ഷെ അത് അർത്ഥസത്യമാണ് എന്നുള്ളതാണ്. ആ അർത്ഥസത്യത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. കാരണം നമ്മൾ ഈ ഭൗതികമായ ഈ ലോകത്തിൽ നമ്മുടെ ജീവാത്മാവ് വന്നു പെടുമ്പോൾ ആ അസോസിയേഷൻ വിത്ത് മെറ്റീരിയലിസ്റ്റിക് തിങ്സ്, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള വസ്തുക്കളുമായിട്ടുള്ള നമ്മളുടെ അസോസിയേഷൻ നമ്മളെ ആ മെറ്റീരിയലിസ്റ്റിക് അല്ലെങ്കിൽ ഭൗതികപരമായ കാര്യവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞ വാക്കിലേക്ക് വീണ്ടും പോകുന്നു. ഇറ്റ്സ് ലൈക്ക് മിസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് അവർ സെൽഫ്. നമ്മൾ ആ ഒരു തത്വത്തിൽ ആ ഒരു കാര്യത്തിൽ നിൽക്കുമ്പോൾ നമുക്കും നമ്മൾ ഭൗതികമായിട്ട് തന്നെ നമ്മൾ കാണപ്പെടുകയാണ് ചെയ്യുന്നത്. ചന്ദ്രഗ്രഹത്തിലെ ജീവസത്തകളും വ്യക്തിപരങ്ങളാണ്. ചന്ദ്രകിരണങ്ങളിൽ താരതമ്യേന പ്രധാനങ്ങളോ അപ്രധാനങ്ങളോ ആയ ഭൗതിക സത്തകൾ കാണപ്പെടുന്നുണ്ട്. താജ്മഹലിന് മീതെ പതിക്കുന്ന ചന്ദ്രപ്രകാശത്തിന് വനപ്രദേശത്തിലെ നിലാവെളിച്ചത്തെ അപേക്ഷിച്ച് കൂടുതൽ മനോഹാരിതയുണ്ട്. ചന്ദ്രന്റെ പ്രകാശം എല്ലായിടത്തും ഒരേപോലെയാണെങ്കിലും വ്യത്യസ്തമായി ഗുണനിരൂപണം ചെയ്യപ്പെടുമ്പോൾ വ്യത്യസ്തമായി കാണപ്പെടുന്നു. അതുപോലെ ഭഗവാന്റെ പ്രകാശം എല്ലായിടത്തും തുല്യമായി വിതരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും
വ്യത്യസ്തമായി സ്വീകരിക്കപ്പെടുന്നതിനാൽ വ്യത്യസ്തമായി അനുഭവവേദ്യമാവുകയും ചെയ്യുന്നു. ആകയാൽ ഒരുവൻ ചന്ദ്രന്റെ ജലത്തിലെ പ്രതിഫലനത്തെ വാസ്തവമായി അംഗീകരിക്കരുത്. അപ്പോ ഇത് ഓരോ സ്ഥലത്ത് എങ്ങനെ അത് റിസീവ് ചെയ്യുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത്? നമ്മളുടെ അസോസിയേഷൻ, ഭൗതികതയുമായിട്ടുള്ള നമ്മളുടെ അസോസിയേഷനാണ് നമ്മളെ ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ എങ്ങനെ ജീവിക്കണം, ഭൗതികതുമായിട്ടുള്ള അസോസിയേഷൻ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അസോസിയേഷൻ അലോങ് വിത്ത് അറ്റാച്ച്മെന്റ് ക്രിയേറ്റ്സ് പ്രോബ്ലം. യഥാർത്ഥത്തിൽ ഭൗതികതയിൽ കടന്നു അല്ലെങ്കിൽ ജീവിച്ചു എന്ന് വിചാരിച്ച് എത്രയോ മറ്റ് സന്ത മഹാജന്മാർ അല്ലെങ്കിൽ എത്രയോ ഭഗവത് ഭക്തന്മാരുണ്ട് ഈ ഭൗതികതയിൽ തന്നെ ജീവിച്ചുകൊണ്ട് അവർക്ക് യാതൊരു വിധമായ അറ്റാച്ച്മെന്റും ഇല്ലാത്തവര്, അല്ലെങ്കിൽ യാതൊരു വിധമായ മിസ് ഐഡന്റിഫിക്കേഷനും ഉണ്ടാകാത്ത എത്രയോ ആൾക്കാരുണ്ട്. ആ മിസ് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകാത്തതിന് കാരണം എന്തുകൊണ്ടാണ്? അവരുടെ അൺഅറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ്, അവർക്ക് അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതിനുള്ള ഉദാഹരണം ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? താമര ഇല, വെള്ളത്തിൽ കഴിയുന്ന താമര ഇലയെപ്പോലെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വി വിൽ ഓൾസോ നെവർ ഹാവ് എനി പ്രോബ്ലം. 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ പല സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലുടനീളം 3-4 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എന്താണ്? സുഖത്തിലും ദുഃഖത്തിലും അല്ലെങ്കിൽ സന്തോഷത്തിലും ദുഃഖത്തിലും ജയത്തിലും പരാജയത്തിലും ഈ തരത്തിലുള്ള ചിന്താഗതികൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ റിയാക്ട് ചെയ്യാതെ സന്തുലിതമായ ഒരവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ, അങ്ങനെയുള്ളവന് ഈ പറഞ്ഞ പോലെ ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത അവസ്ഥയും അവന് ഒരിക്കലും ആ ഒരു മിസ് ഐഡന്റിഫിക്കേഷൻ ഇല്ലാതെയും പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കുമ്പോൾ ഈ പറഞ്ഞ ഭൗതികമായ മാലിന്യങ്ങൾ അദ്ദേഹത്തെ അഫക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞ 2 തരത്തിലുള്ള മിസ് ഐഡന്റിഫിക്കേഷനും അല്ലെങ്കിൽ ക്ലേശങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാൻ സാധിക്കുന്നു. സോ ദ്വന്ദ്വങ്ങൾ എന്ന് പറയുന്ന ആ കഷ്ടതയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഐഡന്റിഫിക്കേഷനിൽ നിന്ന് നമ്മൾ വെളിയിൽ വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. സോ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ശ്രീ ശ്രീമദ് ഭാഗവതം കി ജയ്, ശില പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, അനന്ത കോടി വൈഷ്ണവൃന്ദ കി ജയ്, പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. അടുത്ത 12 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളിൽ മൈത്രേയ മുനി ഈ പറഞ്ഞ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങൾക്കും ഉള്ള സൊല്യൂഷൻ ആണ് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ അദ്ദേഹം പറയുന്നത് അതിനുള്ള ഒറ്റ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഭക്തി മാത്രമാണ്. ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈ തരത്തിലുള്ള യാതൊരു ക്ലേശങ്ങളും ഉണ്ടാകില്ല. അത് ഓൾറെഡി ഭഗവത്ഗീതയിൽ പറഞ്ഞ് നമ്മളിപ്പോൾ ശില പ്രഭുപാദ് കോട്ട് ചെയ്ത 7-ാമത്തെ അധ്യായത്തിലെ 14-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ മായയിൽ പെട്ടുകഴിഞ്ഞാൽ മായയെ ക്രോസ് ചെയ്യാൻ വളരെയധികം കഠിനമായ പ്രയത്നം വേണ്ടി വരികയാണെങ്കിൽ വളരെ കഠിനമായ കാര്യമാണ്. എന്നാൽ എന്നെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഒരുവനെ അത് ഈസി ആയിട്ട് സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. സോ ദാറ്റ് ഇസ് ഓൺലി വൺ വേ എന്ന് നമുക്ക് മൈത്രേയ മുനിയും അടുത്ത 2-3-4 ശ്ലോകങ്ങളിലെ കൂടി നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. സോ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ പോയിന്റ്, ഇനി കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു പ്രണാമം. ഈ കമ്പാരിസൺ അദ്വൈത സിദ്ധാന്തങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഇതിലൊരു ലൈൻ ഉണ്ടല്ലോ. ഏത് സിദ്ധാന്തം? ഇപ്പൊ ഈ ചന്ദ്രൻ ഇളകി മറയുന്നത് കാണുമ്പോൾ അത് നമ്മളുടെ മിസ്കൺസെപ്ഷൻ കാരണം തോന്നുന്നതല്ലേ? അതായത് അത് തന്നെയാണോ അദ്വൈത സിദ്ധാന്തം ഉപയോഗിക്കുന്നവരും അത് തന്നെയാണോ? അദ്വൈത സിദ്ധാന്തം ഉപയോഗിക്കുന്ന അനോളജി അതല്ല നമുക്കിവിടെ കാണിച്ചു തരുന്നത്. നമുക്കത് അതായത് അതില് ലാസ്റ്റ് ഭാഗത്തിൽ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് വായിച്ച ശ്ലോകത്തിന്റെ ലാസ്റ്റ് ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ കേട്ട കാര്യം ഇതാണ്: ഭൗതികതയുമായിട്ടുള്ള നമ്മളുടെ അസോസിയേഷനാണ് നമ്മളെ തെറ്റായി ധരിപ്പിക്കുന്നത്. ആ കാര്യം തന്നെയാണ് മായാവാദ ഫിലോസഫി ആൾക്കാർക്കും അവരും അതേ തലത്തിൽ നിന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോ അതിനുള്ള യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഈ പർപ്പോട്ട് അല്ലെങ്കിൽ ഈ ശ്ലോകത്തിന്റെ
ഡിസ്കഷൻ നമ്മൾ ആരംഭിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് ഓൺലി അവർ മിസ്റ്റേക്ക്. നമ്മളുടെ മാത്രം തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വന്നത് തന്നെ നമ്മുടെ തെറ്റാണ്. ഈ മിസ്കൺസെപ്ഷൻ നമ്മളെ കൊണ്ട് തെറ്റാണ്. പക്ഷെ എങ്കിലും ഇതിന്റെ സൃഷ്ടി അങ്ങനെയാണ്. ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതേ അതേ രീതിയിലാണ്. ആ ഒരു മിസ്കൺസെപ്ഷൻ നമുക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള അവസരം തന്നെ ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ നമുക്ക് പ്രയാസമാണ്. അങ്ങനെ മാറ്റി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വോളണ്ടിയർലി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ഭക്തി മാർഗത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ മാറ്റി ചിന്തിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതല്ല എങ്കിൽ നമ്മളും അതേ രീതിയിൽ തന്നെ ചിന്തിച്ച് തന്നെ പോവുകയുള്ളൂ. കാരണം ദ ഡിസൈൻ ഈസ് ലൈക്ക് ദാറ്റ്. അതായത് ഈ കോർപ്പറേറ്റ് വേൾഡിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു യൂസേജ് ഉണ്ട്, ഔട്ട് ഓഫ് ബോക്സ്. തിങ്ക് ഔട്ട് ഓഫ് ബോക്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു കെട്ടുപാടുണ്ട് അല്ലെങ്കിൽ ഒരു ഇതിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതും സാധാരണ കോർപ്പറേറ്റ് ഇതിൽ ഉപയോഗിക്കുന്നതാണ്, റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ്. അപ്പം ആ ലൈൻ അതിൽ ലിറ്റററി മീനിങ് അല്ലാതെ തന്നെ അതിനകത്തിൽ മറ്റു പല അർത്ഥങ്ങളുമുണ്ട്. സോ അതാണ് ആചാര്യന്മാര് ശാസ്ത്രങ്ങളിൽ കൂടി നമുക്ക് പല അർത്ഥവും നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡ് ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ ഇന്നലെ ഭക്തിശാസ്ത്രീയ ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റാണ് 11ാമത്തെ അധ്യായത്തില്. തീർച്ചയായിട്ടും സാധാരണ ഒരു ഒറ്റ വ്യക്തികളും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. അതായത് വിശ്വരൂപം ഭഗവാനെ കാണിക്കാനായിട്ട് തുടങ്ങുമ്പോൾ, ഭഗവാൻ വിശ്വരൂപം അർജുനനെ കാണിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, ഐ വിൽ ഗിവ് യു ദിവ്യദൃഷ്ടി. ദിവ്യദൃഷ്ടി നിനക്ക് തരാം, കാരണം നിനക്ക് അല്ലെങ്കിൽ അത് കാണാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. പക്ഷേ അതിന് യഥാർത്ഥമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതേ അധ്യായത്തിൽ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അതിനകത്ത് മറ്റൊരു പദം ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഈ കൈകളോട് കൂടിയുള്ള ഈ രൂപം എന്ന് പറയുന്നത് സുദുർദർശമാണെന്ന് പറയുന്നത്. വിശ്വരൂപം എന്ന് പറയുന്നത് ദുർദർശമാണ്, അതായത് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു സീ. പക്ഷെ കൈകളോട് കൂടിയ എൻ്റെ ഈ രൂപം എന്ന് പറയുന്നത് സുദുർദർശം. ഈ രണ്ട് പദങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തില് ഭഗവാൻ അർജുനൻ ഓൾറെഡി ഭഗവാന്റെ കൈകളോട് കൂടിയ യഥാർത്ഥ ശ്യാമസുന്ദര രൂപത്തെ കണ്ട് തിരിച്ചറിഞ്ഞവനാണ് അർജുനൻ. പക്ഷേ അർജുനന് അപ്പോ ദുർദർശമായിട്ടുള്ള കാര്യത്തെ കാണാനാണോ നമുക്ക് സ്പെഷ്യൽ വിഷൻ വേണ്ടത്, അതോ സുദുർദർശമായിട്ടുള്ള കാര്യത്തെ കാണാനാണോ ഏറ്റവും സ്പെഷ്യൽ കപ്പാസിറ്റി നമുക്ക് വേണ്ടത്? സോ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ പറയുകയുണ്ടായി, അല്ലെങ്കിൽ അതിൽ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഇതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ there are 3 types of vision. ഒന്ന് നോർമൽ വിഷൻ, സാധാരണ നമ്മൾ കാണുന്ന പോലെ കാര്യങ്ങൾ കാണുന്നു. 2 ദിവ്യദൃഷ്ടി. തീർച്ചയായിട്ടും അത് നമുക്ക് വിശ്വരൂപം പോലുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ അത് ദിവ്യദൃഷ്ടി വേണം. പിന്നീട് പ്രേമദൃഷ്ടി എന്ന് പറയുന്ന ഒരു ദൃഷ്ടി കൂടെ ഉണ്ട്. ആ പ്രേമദൃഷ്ടി എന്ന് പറയുന്നത് അർജുനൻ ഓൾറെഡി ഉണ്ട്. സോ കൃഷ്ണൻ യഥാർത്ഥത്തിൽ ഭഗവാനെ, അല്ലെങ്കിൽ കൃഷ്ണൻ യഥാർത്ഥത്തിൽ അർജുനനെ പ്രേമദൃഷ്ടിയിൽ നിന്ന് ദിവ്യദൃഷ്ടിയിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത്. He was not upgrading. He was on the top level already. He was seeing the ശ്യാമസുന്ദര രൂപം. അതിൽ ഓൾറെഡി അർജുനൻ കാണാൻ കഴിവുണ്ടായിരുന്നു. അതിൽ നിന്ന് ഡൗൺഗ്രേഡ് ചെയ്ത് ആ വിശ്വരൂപം കാണാനായിട്ട് ശിലപ്രഭാത് ഭാവാർത്ഥത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് സോ ഗ്രേറ്റ് ടു സീ വിശ്വരൂപ. ഒരു ഭക്തൻ ഒരിക്കലും വിശ്വരൂപം കാണണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. പക്ഷേ ആ വിശ്വരൂപത്തിൽ നിന്നും കൂടുതൽ ഹയർ ലെവലാണ്, അതാണ് സുദുർദർശം എന്ന് ഭഗവാൻ തന്നെ ഉപയോഗിച്ച് എൻ്റെ കൈകളോട് കൂടിയുള്ള രൂപം കാണുന്നത് സുദുർദർശമാണ്. സുദുർലഭ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച പോലെ ഇറ്റ്സ് മോർ ഹയർ, സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ഭഗവാൻ. അപ്പൊ അങ്ങനെ ആ ഒരു രീതി. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കാണണമെന്ന് ഇത് ആചാര്യന്മാർ നമുക്ക് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് തരത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്കത് കൂടുതലായിട്ട് ക്ലാരിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ ഒരു മായാവാദി നോക്കുമ്പോൾ they will see only that. കാരണം they are also within that. അവരുടെ വിഷൻ അതേ രീതിയിലുള്ളതാണ്. അവർക്ക് പ്രോപ്പർ വിഷൻ ഉണ്ടാവണമെങ്കിൽ ഭഗവാനെ പ്രാപിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് ഭഗവത്ഗീതയിലെ 7ാമത്തെ അധ്യായത്തിൽ 14ാം ശ്ലോകവും ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്.
ക്ലിയർ ആണോ അശോക മാതാജി? ഹരേ കൃഷ്ണ പ്രഭു, ക്ലിയർ ആണ്. താങ്ക് യു പ്രഭു. ആ ഉദാഹരണം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായി. അർജുനന് ഇത് കാണിക്കാനായിട്ട് കുറച്ചും കൂടെ പ്രേമദൃഷ്ടിയിൽ നിന്ന് ദിവ്യദൃഷ്ടിയിലേക്ക് മാറിയാൽ മാത്രമേ ആ വിശ്വരൂപം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലായി പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. യെസ്, ഗംഗാനാഥ് പ്രഭു. കൃഷ്ണ പ്രഭുജി, എനിക്കൊരു സംശയം ഉണ്ടാന്ന് പറഞ്ഞാൽ അർജുനൻ ദ്വിഭുജ രൂപത്തിൽ ഭഗവാനെ കാണുമ്പോൾ പ്രേമദൃഷ്ടിയിലാണ് അത് സ്വീകരിച്ചിരുന്നത് എന്ന്, അതോ എങ്ങനെയാണെന്ന് കൺസെപ്റ്റ് ആണ്? ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഐ വിൽ ഗീവ് യു ദിവ്യദൃഷ്ടി. നിനക്ക് എൻ്റെ ആ വിശ്വരൂപത്തെ കാണണമെന്നുണ്ടെങ്കിൽ ദിവ്യദൃഷ്ടിയിൽ കൂടി മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിനക്ക് ദിവ്യദൃഷ്ടി തരികയാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അർജുനനോട് സ്പഷ്ടമായിട്ട്. സോ ആ ദിവ്യദൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടത്, ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഹി വാസ് ആക്ച്വലി ഡൗൺ ഗ്രേഡിങ് ഹിസ് വിഷൻ. പക്ഷെ രണ്ട് കൈകളോടുള്ള രൂപത്തിൽ ദുര്യോധനനെ കണ്ടിരുന്നു, പക്ഷെ ഹി നെവർ ഐഡന്റിഫൈഡ് ഹിം. പക്ഷെ അദ്ദേഹത്തിന് പ്രേമദൃഷ്ടിയില്ല. അപ്പോഴാ നമ്മളിപ്പോ ഇവിടെ പഠിച്ചത് അതേ രീതി, അതായത് അദ്വൈതവാദികള് എങ്ങനെയാണോ സ്വീകരിച്ചത് ചന്ദ്രനെ മിഥ്യായ രൂപത്തില്, അപ്പോ അങ്ങനെയുള്ള ആ ഇതിൽ ആ ഒരു ഓർമ്മ അർജുനനുണ്ടായിരുന്നു. ദ്വിഭുജ രൂപത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഭഗവാനെ കാണുമ്പോൾ അങ്ങനെ ഒരു പ്രേമ ദൃഷ്ടി ഉണ്ടായിരുന്നോ? എന്നാ അദ്ദേഹത്തിന് ഭഗവാൻ കൊടുത്തു കാണാനായിട്ട്, പക്ഷേ അദ്ദേഹം അത് ആ കൺസെപ്റ്റിലായിരുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഈ കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നടന്ന സംഭവമല്ലേ ഏത് സഹായത്തിന് വേണ്ടിയിട്ട് ദുര്യോധനനും അർജുനനും ചെല്ലുന്നത്? ആ സമയത്ത് അർജുനൻ എന്താണ് ഓപ്റ്റ് ചെയ്തത്, ദുര്യോധനൻ എന്താണ് ഓപ്റ്റ് ചെയ്തത്? അപ്പം അർജുനൻ ഭഗവാന്റെ വിശ്വരൂപം കാണുന്നതിന് മുൻപാണ് ഇത് ഓപ്റ്റ് ചെയ്തത്. അപ്പോ ആ പ്രേമദൃഷ്ടി ഉള്ള അർജുനൻ ആയതുകൊണ്ടല്ലേ നാരായണീയ സേനയെ ആവശ്യപ്പെടാതെ നാരായണനെ സ്വയം അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ സ്വയം ആവശ്യപ്പെട്ടത്? അപ്പൊ തീർച്ചയായിട്ടും അർജുനൻ കൃഷ്ണനെ മനസ്സിലാക്കിയ വ്യക്തിയാണ്. പ്രേമദൃഷ്ടിയോടുകൂടി തന്നെ കണ്ട വ്യക്തി ആയതുകൊണ്ടാണ് ആ ഒരു കാര്യം സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദുര്യോധനനെ പോലെ അദ്ദേഹവും നാരായണീയ സേനയെ ആവശ്യപ്പെട്ടേനെ. അപ്പോൾ അതിനുശേഷമാണ് ഈ ഭഗവത്ഗീത വരുന്നത്. ഭഗവത്ഗീത വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഐഡന്റിഫിക്കേഷൻ, യെസ് കൃഷ്ണ നീ എൻ്റെ കൂടെ മതി, ഇഫ് യു ആർ ദെയർ ഐ നോ ദാറ്റ് ഈസ് ലാസ്റ്റ് ഫോർ മീ. അപ്പൊ ആ ദൃഷ്ടിയോട് കൂടി ഉള്ളത് കൊണ്ടല്ലേ അർജുനൻ അത് ചോദിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അർജുനനെ ആ പ്രേമദൃഷ്ടി അല്ലെങ്കിൽ ആ ഒരു ഭഗവാനെ തിരിച്ചറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ നെവർ ഓപ്റ്റ് കൃഷ്ണ ടു ഹെൽപ്പ് ഹിം, ടു എംപ്റ്റി ഹാൻഡഡ്, വിത്തൗട്ട് ഒരു അസ്ത്രശസ്ത്രങ്ങളൊന്നും ഉപയോഗിക്കാത്ത കൃഷ്ണനെ ഉപയോഗിക്കണമെങ്കിൽ ആ ശക്തി ഭഗവാൻ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞവനല്ലേ സാധിക്കത്തുള്ളൂ. സോ അതിൽ നിന്ന് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഹി ഹാഡ് എ പ്രേമദൃഷ്ടി. മനസ്സിലായോ പ്രഭു? സോ താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും ഡിസ്കഷൻ, എനി ഫർദർ ഡിസ്കഷൻ ഉണ്ടോ? പ്രഭുജി, നമുക്ക് അവിടുത്തെ രാമേശ്വരത്തേക്ക് പോകാനുള്ള ലക്ഷ്മി കളക്ട് ചെയ്ത് തുടങ്ങി. ഇന്ന് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം ബ്രോ. ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരെയും ആഡ് ചെയ്തിട്ട് ഫർദർ ഡിസ്കഷൻ അതിനകത്ത് ഉണ്ടാവും. വേറെ ആരെങ്കിലും വരാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് പറയണം. ഹരേ കൃഷ്ണ. അരുൺ ബ്രോ വരുന്നില്ലേ ബ്രോ? അരുൺ ബ്രോ ഇല്ലേ? അരുൺ ബ്രോ ചോദിച്ചു നോക്കൂ വരുന്നെന്ന്. ഞാൻ ചോദിക്കണ്ട. ഹരേ കൃഷ്ണ. രതി മാതാജി വരുന്നില്ലേ? ഹരേ കൃഷ്ണ പ്രഭുജി.